Dear students, welcome to second class on trigonometry. We have learned at what time we call two triangles similar. What are the conditions to tell two triangles similar? If two triangles are similar, what will be the properties? See, here I have drawn two triangles. Just suppose these two triangles are similar. ഇത് സിമിലർ ആവണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആംഗിൾസ് എല്ലാം ഈക്വൽ ആകണം. ഓക്കെ, ഇതേ ആംഗിൾ തന്നെ ഇവിടെ ഉള്ളതെന്ന് സപ്പോസ് ചെയ്യാം. ഓക്കെ, ഐ ഹാവ് ഡ്രോൺ made this angle as 30 degree and this one is also 30 degree. If we suppose that two angles are 30, it will be like that. Here this angle is 90 degree. നമുക്ക് അതിനെ 90 ആണെന്ന് സപ്പോസ് ചെയ്യാം. If that one is 90, there will be a 90 degree angle in this triangle also. Now this one 30 degree, this one 90 degree. We know total integral of a triangle is 180 degree. This one alone 90, this two together will be 90. This one 30 degree mean this will be 60 degree. And so here this angle also will be 60 degree. Now we know the properties of a 30 degree, 60 degree, 90 degree triangle. Let us name this triangle by A, B, C and the other by PQR. PQR. This one by PQR. If these two triangles are similar, what answer we get for BC by AC? The same answer will be there for QR by PR. ഈ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം this one 30, 60, 90 degree mean this side BC will be half of AC. തിരിച്ചു പറഞ്ഞാൽ BCന്റെ ഡബിൾ ആയിരിക്കും AC. This one also 30, 60, 90. അതുകൊണ്ട് ഇതിന്റെ ഹാഫ് ആയിരിക്കും. തിരിച്ചു പറഞ്ഞാൽ ഇതിന്റെ ഡബിൾ ആയിരിക്കും ഇതിന് കിട്ടുക. അപ്പോ BC by AC എന്ന് പറയുന്നത് from this triangle it is 1/2. And so since these two triangles similar mean from here also when we divide this one by this, the result will be 1/2. അപ്പൊ നമ്മൾ പറയാണ് triangle ABC and triangle PQR are similar. സിമിലർ ആയതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഇതിനെ BCനെ AC കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന അതേ ആൻസർ ആയിരിക്കണം ഇവിടുത്തെ കറസ്പോണ്ടിങ് ഡിവിഷൻ നടത്തിക്കാൽ കിട്ടേണ്ടത്. എന്ന് പറഞ്ഞാൽ BC by AC-യും QR by PR-ഉം രണ്ടും 1/2 ആയിരിക്കണം. ഓക്കെ, 1/2 എന്നുള്ളത് നമുക്ക് 0.5 നേടണം. ഇനി നമ്മൾ ഈ മറ്റൊരു ട്രയാങ്കിളും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ആംഗിളിൽ വേറൊരു ട്രയാങ്കിളും കൂടി എടുത്തു സപ്പോസ് ചെയ്യാം. ഒരു ട്രയാങ്കിൾ കൂടി എടുത്തു. ഈ ട്രയാങ്കിളിന്റെ ആംഗിൾസും 30യും 90 ഡിഗ്രി ഒക്കെ തന്നെ ആണെങ്കിൽ ഇത് 30, ഇത് 90, ഇത് 60 ആയിക്കോളപ്പോ ഈ സൈഡിൽ 7.5 സെന്റിമീറ്റർ ലെങ്ത് ഉണ്ടെങ്കിൽ ഹൗ മച്ച് വിൽ ബി ദിസ് ലെങ്ത്? ഈ ലെങ്ത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇതൊക്കെ നമുക്ക് പഠിച്ചിട്ടുള്ളതാണ്. ഇതിനെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇതിനൊരു എക്സ് എന്ന് സപ്പോസ് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ അതേ റേഷ്യോ കൂടി ഉണ്ടായിരിക്കും. x/7.5 എന്ന് പറയുന്നത് x/7.5 വിൽ ബി 1/2 എന്ന് പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2x is equal to 7.5 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡബിൾ ആയിരിക്കും this 7.5. Therefore x is equal to 7.5/2. 7.5/2 we know it is 3.75 and so this length will be 3.75. Anyway, ഇത്രയും ചർച്ച ചെയ്തത് നമുക്ക് മനസ്സിലാവുന്നത് if a triangle is there with 30 degree, 60 degree, 90 degree, whatever be its size, when we divide the opposite side of 30 degree by hypotenuse, the answer, the value obtained in all the triangles, it will be 1/2. Okay, if 30, 60, 90 are the angles of a triangle, then the side divided by 30 degree by hypotenuse, then the result will be always 1/2. ഇത് ഏത് ട്രയാങ്കിളിനും ശരിയാണ്. ഏത് സൈസിൽ വരച്ചാലും ഇൻ ഏരിയ ട്രയാങ്കിൾ വിത്ത് ആംഗിൾസ് 30, 60, 90 ഡിഗ്രി ഇഫ് യു ഡിവൈഡ് ദി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് 30 ഡിഗ്രി അതായത് BCനെ ബൈ ഹൈപ്പോട്ടന്യൂസ് AC കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായിരിക്കും? ഓൾവേസ് വി വിൽ ഗെറ്റ് ദി റിസൾട്ട് 1/2. ഇവിടെ നിന്നാണെങ്കിലും ഒക്കെ 1/2 കിട്ടുക. അപ്പോ അത് ട്രയാങ്കിളിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യാനല്ല. അപ്പം ഒരു 30, 60, 90 ഡിഗ്രി ട്രയാങ്കിളിൽ എപ്പോഴും ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഈ വാല്യൂവിനെ അതായത് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആ വാല്യൂവിനെ അതായത് 1/2നെ sin 30 എന്ന് പറയും. sin 30 ദിസ് വാല്യൂ
we call it sin 30. What is sin 30 then? Sin 30 mean it is the value obtained from a triangle with a 30, 60, 90 degree triangle. That is, when we divide the opposite side of 30 degree by hypotenuse, the value obtained we call it sin 30. അപ്പോൾ സൈൻ 30 എന്ന് പറയുമ്പോൾ ഇവിടെ അത് 1/2 ആണ്. സൈൻ 30ന്റെ വാല്യൂ 1/2 ആണ്. അപ്പോൾ സൈൻ 30 ഉദ്ദേശിച്ചത് in a right triangle with one angle 30 degree, the side divided the opposite side by the hypotenuse. Okay, the value obtained on dividing the opposite side by hypotenuse, we call it by sin 30. Okay, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ sin 40 എന്ന് പറയുന്നത് എന്തായിരിക്കും? sin 40 എന്ന് പറഞ്ഞാൽ sin 40 എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഒരു ആംഗിൾ 40 ഡിഗ്രി ആയിട്ട് വന്നിട്ടുണ്ടെന്ന് സപ്പോസ് ചെയ്യാം. അപ്പോൾ ഒരു ആംഗിൾ 90 ഡിഗ്രി ആകണം, റൈറ്റ് ആംഗിൾ ആയതുകൊണ്ട് ഒരു ആംഗിൾ 40 എടുത്തു, ഇത് 40 ആകുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് 50 ആയിക്കോളും. അപ്പോൾ അങ്ങനെ ഒരു ട്രയാംഗിൾ ഉണ്ടെങ്കിൽ sin 40 എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ്. അതിനാണ് sin 40 എന്ന് പറയുന്നത്. നമുക്ക് sin 40 എത്ര ഉണ്ട് എന്നൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ sin 40 കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ വരക്കാം. റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസ് 5 സെന്റിമീറ്റർ ആക്കുന്ന രീതിയിൽ വരക്കാം. ദിസ് ബി ദി ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ. ദാറ്റ് ബി 5 സെന്റിമീറ്റർ. സ്കെയിൽ ഉപയോഗിച്ചിട്ട് 5 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈൻ വരച്ചു. വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് sin 40. അപ്പൊ നമ്മൾ ഇത് ഹൈപ്പോട്ടന്യൂസ് ആകുന്ന രീതിയിൽ ഇതിന്റെ എൻഡിലൂടെ ഒരു ലൈന് വരക്കാണ്. that it must make a 40 degree angle with this one. ഇതുമായിട്ട് 40 ഡിഗ്രി ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ ലൈൻ വരയ്ക്കണം. ജസ്റ്റ് സപ്പോസ് ദിസ് ലൈൻ മേക്ക് 40 ഡിഗ്രി ആംഗിൾ വിത്ത് ദാറ്റ് വൺ. ഈ ആംഗിൾ 40 ഡിഗ്രി ആണെന്ന് സപ്പോസ് ചെയ്യാം. ഇതുമായി 40 ഡിഗ്രി ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ ലൈന് വരച്ചത്. ഓക്കെ, ഇത് ഹൈപ്പോട്ടന്യൂസ് ആണോ? അപ്പൊ ഇത് 40യും ഇനി ഇവിടെ ഒരു 50 ഡിഗ്രി ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ലൈന് വരച്ചു കഴിഞ്ഞാൽ ഇത് 40യും ഇത് 50 ആയതുകൊണ്ട് ഇവിടെ 90 ആവും. therefore this will be the hypotenuse. അപ്പോൾ ഇവിടെ 50 ഡിഗ്രി ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ലൈൻ നമുക്ക് വരക്കാം. if that one make 50 degree with this line here, this will be 90 degree. 90 degree. Now this one is a right angled triangle with one angle 40 degree. sin 40 എന്ന് പറയുന്നത് ഈ ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം the opposite side of this 40 degree by hypotenuse. sin 40, നമ്മൾ sin 30 എന്ന് പറയുന്നത് ഏത് റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിലും ഒരു ആംഗിൾ 30 ഡിഗ്രി ഉണ്ടെങ്കിൽ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്നാണ് ഉദ്ദേശിച്ചത്. എന്ന പോലെ sin 40 എന്ന് പറയുന്നത് ഏത് റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിലും ഒരു ആംഗിൾ 40 ഡിഗ്രി വന്നിട്ടുണ്ടെങ്കിൽ then the value obtained on dividing the opposite side by hypotenuse, that value we call sin 40. അത് ഏത് സൈസിൽ വരച്ചു കഴിഞ്ഞാലും എല്ലാ ട്രയാംഗിളും സിമിലർ ആയതുകൊണ്ട് ഒന്നിൽ നിന്ന് കിട്ടുന്ന ആൻസർ തന്നെ ആയിരിക്കും മറ്റെല്ലാത്തിനും കിട്ടാം. ഓക്കെ, ആൻഡ് സോ ഇഫ് ഐ സപ്പോസ് നമുക്ക് ഈ ലെങ്ത് ഒന്ന് അളന്ന് നോക്കാം. 5 സെന്റിമീറ്റർ ആണ്. ഇത് അളന്ന് നോക്കുകയാണെങ്കിൽ സ്കെയിൽ വെച്ച് അളന്ന് നോക്കുമ്പോൾ യു ക്യാൻ സീ ഇറ്റ് വിൽ ബി അറൌണ്ട് 3.2 സെന്റിമീറ്റർ. അപ്പൊ sin 40 എന്ന് പറഞ്ഞാൽ 3.2, 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പോട്ടന്യൂസ് കൊണ്ട്, ഇവിടെ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത, അപ്പോൾ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്തതിനാണ് sin 40 എന്ന് പറയാം. അപ്പോൾ sin 40 എന്ന് പറഞ്ഞാൽ 3.2 by 5 സെന്റിമീറ്റർ. sin 40 എന്ന് പറഞ്ഞാൽ 3.2 by 5. എളുപ്പത്തിന് നമുക്ക് ഡിനോമിനേറ്ററിന് 10ലേക്ക് കൊണ്ടുപോകണമെങ്കിൽ 5ന് പകരം 10 എന്ന് കൊടുത്താൽ മുകളിൽ 6.4 by 10 എന്ന് കൊടുക്കാം. therefore it will be 0.64. And so now we calculated what about is sin 40. Sin 40 is 0.64. Okay, അപ്പൊ നിങ്ങൾക്ക് sin 40 എന്താണെന്ന് മനസ്സിലായി. എന്ന പോലെ അപ്പൊ sin 45, sin 65 എന്നൊക്കെ sin 70 എന്ന് പറയുന്നത് എന്തായിരിക്കും? sin 70 ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ ഒരു ആംഗിൾ 70 ഡിഗ്രി ആയിട്ടുണ്ടെങ്കിൽ അപ്പൊ മറ്റു ആംഗിൾസ് ഒക്കെ അവിടെ നിർണ്ണയിക്കപ്പെട്ട് കഴിഞ്ഞു. If one angle is 70 degree, it is a right angle, mean one angle is 90 degree. If one angle 70 degree, mean the last angle will be 20 degree. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഒരു ആംഗിൾ 70 ഡിഗ്രി ഉണ്ടെങ്കിൽ 70 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ട്. അത് ഏത് ഇതേ ആംഗിൾസ് ഉള്ള ട്രയാംഗിൾ എടുത്താലും ഇതേ വാല്യൂ കിട്ടുള്ളൂ. ബിക്കോസ് ദേ ആർ ഓൾ സിമിലർ, therefore sides are proportional. അപ്പൊ ഇതേ ആൻസർ കിട്ടുള്ളൂ. That value we call sin 70.
ഓക്കെ, നമുക്ക് അപ്പൊ സൈൻ 60 ഒക്കെ ഇവിടെ തന്നെ പറയാം. സൈൻ 60 ഇവിടെ നോക്കി പറയാം. ഈ ട്രയാങ്കിൾ നോക്കി സൈൻ 60 പറയാം. ഇത് 60 ആംഗിളാ. ഇത് 30, 60, 90 ട്രയാങ്കിൾ ആയതുകൊണ്ട് 30 ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ ഉള്ളത് എന്തോ അതിന്റെ √3 ടൈംസ് ആയിരിക്കും ഇത്. അപ്പൊ സൈൻ 60 എന്ന് പറഞ്ഞാൽ എന്താ? 60 ഓപ്പോസിറ്റ് സൈഡ് ഇതിനെ ഹൈപ്പോട്ടന്യൂസ് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ സൈൻ 60 ഇത് ഇന്നൊരു എക്സ് കൊടുക്കണമെങ്കിൽ ഇത് √3x ആണ്, ഇത് 2x ആണ്. അപ്പൊ സൈൻ 60 എന്ന് പറഞ്ഞാൽ √3x/2, √3/2 എന്നാണ് സൈൻ 60. ഓക്കെ, അപ്പം ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ടിൽ നിർത്തി വെക്കുക. ഇൻ ദി ഫിഗർ ട്രയാങ്കിൾ ABC ഈ 30, 60, 90 ഒക്കെ കാണിച്ചിട്ടുള്ള 2 ട്രയാങ്കിൾ വരയ്ക്കുക. ഇത് വേണ്ടതില്ല. ഈ 2 ട്രയാങ്കിൾ നിങ്ങളെ നോട്ടിൽ വരച്ചു വെക്കുക. ഇത് എഴുതുക, ഈ കാര്യം അവിടെ എഴുതുക. അപ്പൊ ഈ ഒരു നോട്ട് എഴുതുക. ഈ any triangle with angles 30, 60, 90, if we divide the opposite side of 30 by hypotenuse, the result is always 1/2. This value is called sin 30. അപ്പൊ സൈൻ 40 എന്താന്നുള്ളത് എനിക്ക് ഇതേപോലെ ഒന്ന് വരച്ചു വെക്കണമെന്നല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനെ ഒഴിവാക്കിയിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ടിൽ എഴുതുക. Then, what is sin value of an angle? ഒരു ആംഗിളിന്റെ സൈൻ വാല്യൂ എന്ന് പറയുന്നത് എന്താ? നമുക്ക് ഇത് ഒരു ട്രയാങ്കിളിൽ നിന്ന് പറയാം. See, here I have drawn a right angled triangle. Just suppose this one is a right angled triangle. Here let this angle be 90 degree. ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് സപ്പോസ് ചെയ്യും. Let this be 90 degree. ഈ ആംഗിൾ ഏത് മെഷറും ആകാം. Let us suppose that one by x degree. ഒരു വേരിയബിൾ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. x degree is that one. Since this one alone 90 degree, total interior angle of a triangle is 180 degree. The sum of these two together should be 90. This one alone 90, and so these two together should be 90. Then only the total 180. If this one take x degree, this will be 90 minus x. This angle will be 90 minus x degree angle will be there to this one. ഈ ട്രയാങ്കിളിന് നമുക്ക് തൽക്കാലം ഒരു പേര് കൊടുക്കാം. ലെറ്റ് ഇറ്റ് ബി ABC. ABCB the triangle. ABCB the triangle. നമ്മൾ പഠിച്ച നിയമപ്രകാരം what about the sin value of this angle? Sin value of this angle. ഈ ആംഗിളിന്റെ ആംഗിൾ BAC എന്ന് പറയുന്നത് അല്ലെങ്കിൽ x ഡിഗ്രി ആംഗിളിന്റെ സൈൻ വാല്യൂ എന്താണ്? അത് 30 ആകാം, 60 ആകാം, ഏതെങ്കിലും ഒരു മെഷർ ആകാം, 35 ആകാം, 40 ആകാം, 1 ഡിഗ്രി ആകാം, ഏതും ആകാം. What about sin value of this angle? At that time it is as we have discussed. ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളില് ഒരു നിശ്ചിത ആംഗിൾ ഉള്ള ഒരു ട്രയാങ്കിൾ ആണ് എങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂവിനെയാണ് സൈൻ വാല്യൂ ഓഫ് എക്സ് എന്ന് പറയാം. എന്ന് പറയുമ്പോൾ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു, ഞാൻ ഇവിടെ എഴുതാണ്, സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് സൈൻ വാല്യൂ ഓഫ് എക്സ് ഡിഗ്രി ആംഗിൾ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതെന്തായിരിക്കും ഉദ്ദേശം? Then it is the ratio between this one divided by this. ഇതിനെ ഈ BC യെ AC കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസറിനാണ് ഈ ട്രയാങ്കിളിൽ സൈൻ വാല്യൂ ഓഫ് ദാറ്റ് ആംഗിൾ എന്ന് പറയാം. ഈ ആംഗിളുള്ള എക്സ് ഡിഗ്രി ആംഗിളുള്ള ഏത് റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ പരിഗണിച്ചാലും ഒരു ആംഗിൾ എക്സ് ഡിഗ്രി ആയി വന്നിട്ടുണ്ടെങ്കിൽ, എക്സ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ആംഗിൾ ആണെന്ന് സപ്പോസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ ആംഗിളുള്ള ഏത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്താലും ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എല്ലാ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്നും ഒരു ഫിക്സഡ് നമ്പർ ആയിരിക്കും. അതിനാണ് നമ്മൾ സൈൻ വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സൈൻ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ് ഓഫ് എക്സ് ഡിഗ്രി ആംഗിൾ. അത് റൈറ്റ് ആംഗിളിന്റെ കഥയാണ് പറയുന്നത്. റൈറ്റ് ആംഗിളിൽ നിന്നാണ്, എല്ലാ കൂടെ ഇവിടെ എഴുതണില്ല. ഓപ്പോസിറ്റ് സൈഡ് ഓഫ് എക്സ് ഡിഗ്രി ആംഗിൾ divided by hypotenuse. ഓപ്പോസിറ്റ് സൈഡിനെ, എക്സ് ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ, എക്സ് ഡിഗ്രി ആംഗിൾ വന്നിട്ടുള്ള ഏത് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ നിന്നും കിട്ടുന്ന വാല്യൂ ഫിക്സഡ് ആയിരിക്കും. ഇവിടെ അത് BC/AC ആയിരിക്കും. ഇത് വലിയ കാര്യമൊന്നുമില്ല. റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന് ഇതേ ആംഗിളുള്ള ഏത് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ നിന്നും എക്സ് ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂവിനാണ് സൈൻ എക്സ് എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ സൈൻ 30 എന്ന് പറയുമ്പോൾ എക്സിന് പകരം 30 ഡിഗ്രി ആയിരിക്കും. സൈൻ 30 1/2 ആണ് നമ്മൾ കണ്ടു. നമുക്ക് ഒരു 30, 60, 90 ഡിഗ്രി ഉള്ള ഒരു ട്രയാങ്കിൾ നമ്മളിപ്പോൾ വരച്ചത് തന്നെയാണ്.
ഒന്നുകൂടി വരക്കാം, ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ ഇത് 30 ഡിഗ്രിയാണ്, ഇത് 60 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. ഇതിന് പേരൊന്നും കൊടുത്തിട്ടില്ല, നമുക്ക് വേണമെങ്കിൽ പേരൊക്കെ കൊടുക്കാം, പേരിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് കണ്ടിട്ട് നമുക്ക് പറയാം സൈൻ 30 ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് 30 ഡിഗ്രി ആംഗിൾ. ഈ ഫിഗർ നോക്കിയിട്ട് what about sin x in a right angle triangle with one angle x degree, the opposite side of x degree by hypotenuse. And so what about sin 30 in a right angle triangle with one angle 30 degree? എന്ന് പറയുമ്പോൾ മറ്റുള്ളതൊക്കെ എന്താണെന്ന് പറഞ്ഞു വെച്ചു. 30 degree, the side against to 30 degree, that is this one, divided by this one hypotenuse എന്നാണ് ഉദ്ദേശിച്ചത്. നമുക്ക് ഇതിൻ്റെ ഡിസ്റ്റൻസ് കൃത്യമായിട്ട് അറിഞ്ഞുകൂടെങ്കിലും ഇത് 30, 60, 90 ഡിഗ്രി ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഫ് ദി സൈഡ് അഗേൻസ്റ്റ് ടു 30 ഡിഗ്രി ഈസ് 1, the side against to 60 will be degree root 3, and the 90 degree will be 2 times of that one. If this one is x, this will be root 3x, this will be 2x, and so we know the sides are the ratio 1 is to root 3 is to 2. What about sin 30 then? Then whatever be this much length, it's a double will be there, this one. Therefore, it is equivalent to write 1 by 2. The ratio between these two sides is 1 by 2. Sin 30 is equal to opposite side of 30 degree angle, that is this one, by this one hypotenuse. Therefore, it is 1 by 2. That's equal to opposite side of 30 degree by opposite side of x degree എന്ന് പറഞ്ഞതിന് പകരം opposite side of 30 degree angle by hypotenuse, that is 2. Therefore, it is 1 by 2. ഈ ഫിഗർ 1 by 2 ആണെന്ന് നമുക്ക് മനസ്സിലായി. 1 by 2 നമുക്ക് 0.5 എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, സൈൻ 30 1 by 2 എന്നും അതിന് 0.5 എന്നും വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഓക്കെ, now look at the figure again. What about sin 60? ഈ ഫിഗർ കണ്ടു നമുക്ക് sin 60 പറയാം. sin 60 എന്ന് പറയുന്നത് എന്തായിരിക്കും? sin x is opposite side of in a right angle triangle with one angle x degree, the side against to x degree divided by the hypotenuse. അങ്ങനെ പറയുമ്പോൾ what about sin 60 in a right angle triangle with one angle 60 degree? അത് തന്നെ എടുത്താൽ പോലെ. what about sin 60? It's opposite side. അതിൻ്റെ opposite side എന്ന് പറഞ്ഞാൽ ഇതാണ് root 3 by hypotenuse, that will be 2. Therefore, sin 60 is equal to sin 60 is equal to root 3 by 2. See, root 3 by 2. അവിടെ നിർത്തിയാൽ മതി. sin 60 നമ്മൾ root 3 by 2 എന്ന് പറയുന്നത്. ഡെസിമലാക്കി പറയണമെന്നുണ്ടെങ്കിൽ what about root 3? root 3ൻ്റെ 1.732 എക്സെട്ര അങ്ങനെ പോകും. ആ ഡെസിമൽ പാർട്ട് ഒരിക്കലും അവസാനിക്കില്ല. by 2. ഓക്കെ, 1.732 by 2 എന്നുള്ളത് നമ്മൾ ഡെസിമലാക്കി പറയുമ്പോൾ പോയിന്റ്, ഇറ്റ് ഈസ് 866 എക്സെട്ര ലൈക്ക് ദാറ്റ്. ഇപ്പോൾ സൈൻ 60 നമുക്ക് റൂട്ട് 3 by 2 എന്നും പറയാം. അതിൻ്റെ ഡെസിമലാക്കി പറയുമ്പോൾ 0.8666 എക്സെട്ര. ഓക്കെ, രണ്ട് ഡെസിമൽ പ്ലേസിൽ പറയുകയാണെങ്കിൽ 0.86 എന്ന് പറയാം. ഇനി സൈൻ 45 എങ്ങനെ കാണാം? സൈൻ 45 sin 30 എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തായിരുന്നു? We think if there exists a right angle triangle with one angle 30 degree, the opposite side of 30 degree divided by hypotenuse. അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ sin 45 എന്ന് പറയുമ്പോൾ there a right triangle should be there with one angle 45 degree. ഒരു ആംഗിൾ 45 എന്ന് പറയുമ്പോൾ മറ്റ് ആംഗിൾസ് ഒക്കെ അവിടെ നിർണ്ണയിക്കപ്പെട്ട് കഴിഞ്ഞു. Okay, let us draw such a right angle triangle. It will be an isosceles right angle triangle because one angle is 45 degrees. Suppose this one is an isosceles right angle triangle. ഈ ആംഗിളിനെ നമുക്കൊരു 90 ആണെന്ന് സപ്പോസ് ചെയ്യാം. Let this angle be 90 degree. This one is 45 degree. And so this angle also will be 45 degree. These two angles are 45 and 45 like that. Now, sin 45 എന്ന് പറയുമ്പം we have to think about this triangle. Okay, 45 degree angle. Its opposite side, that is this one, divided by hypotenuse. അത് ഈ ആംഗിളിനെ നോക്കിയും പറയാം. 45 degree opposite side, this one, divided by hypotenuse, this one. ഏത് ആംഗിളിനെ നോക്കിയിട്ട് നമുക്ക് sin 45 പറയാം. Therefore, sin 45 is equal to 45 mean sin 45 mean it is the opposite side of 45 degree angle. Sin x എന്ന് പറയുന്നത് opposite side of x degree angle in a right angle triangle with one angle x. എന്ന പോലെ in a right angle triangle with one angle 45 degree, opposite side of that one, this one, divided by hypotenuse, this. അപ്പോൾ ഇതിൻ്റെ ഈ 45 90 ഡിഗ്രി ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ നമുക്കറിയാം.
നമുക്ക് ഇതിനൊരു എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ, ഈ സൈഡിന് ഒരു എക്സ് കൊടുക്കുകയാണെങ്കിൽ ഇത് എക്സ് ആയിരിക്കും, ഇത് √2x ആയിരിക്കും. ഇതിനെ 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത് 1 ആയിരിക്കും, ഇത് √2 ആയിരിക്കും. Therefore all sides will be 1 1. ഇത് രണ്ടും 1 ആണെന്നുണ്ടെങ്കിൽ ദി ഹൈപ്പോട്ടന്യൂസ് വിൽ ബി √2. 1:1:√2 നമ്മൾ പഠിച്ചിട്ടുണ്ട്. Therefore sin 45 is equal to, ഇത് എന്താണെങ്കിലും ഡിവൈഡ് ബൈ ദിസ് വിൽ ബി 1/√2 എന്നുള്ള ആൻസറിലേക്ക് വരും. 1 ഡിവൈഡഡ് ബൈ √2, 1/√2. അപ്പോൾ സൈൻ 30ക്ക് 1/2 എന്ന് പറഞ്ഞു, 0.5 എന്ന് പറഞ്ഞു. സൈൻ 60നെ √3/2 എന്ന് പറഞ്ഞു, അതിന് ഡെസിമലാക്കി പറയുമ്പോൾ 0.8666 എക്സെട്ര. ഓക്കെ, ഇവിടെ അവസാനിക്കണില്ല, അങ്ങനെ പോകാനുള്ളതാണ്. സൈൻ 45ന് 1/√2 എന്ന് പറഞ്ഞു, ഡെസിമലാക്കി പറയുകയാണെങ്കിൽ അതിനെ ദിസ് വിൽ ബി, നമുക്ക് റാഷണലൈസ് ചെയ്യാം. ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ക്യാൻ ബി മൾട്ടിപ്ലൈഡ് ബൈ √2. ഡിനോമിനേറ്ററിനെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 2 ആകും. ന്യൂമറേറ്ററിനെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √2 വരിക ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു √2. ഇറ്റ്സ് അപ്രോക്സിമേറ്റ് വാല്യൂ വി ഹാവ് ലേൺഡ്, ഇറ്റ് ഈസ് 1.4142 എക്സെട്ര, അങ്ങനെ പോവുക. ഡിവൈഡഡ് ബൈ ഇറ്റ് ഈസ് ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ന്യൂ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പർ ഇറ്റ് ഈസ്, ഇറ്റ്സ് എ ഡെസിമൽ പാർട്ട് ആൻഡ് ഐദർ ടെർമിനേറ്റ്സ് നോ റെക്കേഴ്സ്, അങ്ങനെ പോകാനുള്ളതാണ്. ഡിവൈഡഡ് ബൈ 2. That's equal to 1.4142 divided by 2 will be 0.7071 etc. like that. അപ്പോൾ രണ്ട് ഡെസിമൽ പ്ലേസിനൊക്കെ പറയുന്നത് കൊള്ളുന്നുണ്ടെങ്കിൽ it is 0.70 or simply 0.7 like that. Sin 45 is, this one is its answer. Okay, sin 45 നമ്മൾ സാധാരണ പറയുന്നത് 1/√2 എന്നാ പറയാം. അപ്പോൾ നമുക്ക് സൈൻ 30യുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. സൈൻ 60 എന്താണെന്ന് മനസ്സിലായി, സൈൻ 45 എന്താണെന്ന് മനസ്സിലായി. അപ്പം സൈൻ 20 ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈൻ 20 ഡിഗ്രി. ഇഫ് ദർ എക്സിസ്റ്റ് എ റൈറ്റ് ആംഗിൾ ടു ട്രയാംഗിൾ, അപ്പോൾ ആംഗിൾ 90 ആയി. വിത്ത് വൺ ആംഗിൾ 20 ഡിഗ്രി, അപ്പോൾ ആംഗിൾ 20 ആണ്, മറ്റേ ആംഗിൾ 70 ആണ്. ദി സൈഡ് എഗെയിൻസ്റ്റ് 20 ഡിഗ്രി ഡിവൈഡഡ് ബൈ ദി ഹൈപ്പോട്ടനസ്, ദാറ്റ് ഈസ് മീൻ ബൈ സൈൻ 20. അപ്പോൾ ദാറ്റ് ആൻസർ സൈൻ 20 എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ട്രയാങ്കിളിൽ നിന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഇതേ ആംഗിൾസ് ഉള്ള ഏത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലും സൈൻ 20 എന്ന് പറയുന്നതിന് കിട്ടുന്ന ആൻസർ എപ്പോഴും ഒന്നിൽ നിന്ന് കിട്ടിയ ആൻസർ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ 3 ഫിഗർ അവിടെ വരച്ച് വെക്കാം. യു ക്യാൻ റൈറ്റ് ഡൗൺ വാട്ട് ഈസ് സൈൻ എക്സ്. ഇതിൻ്റെ ഉദ്ദേശം ഈ ഫിഗർ വരച്ചിട്ട് സൈൻ എക്സ് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് സൈൻ 30, സൈൻ 60 ഒക്കെ നമ്മൾ പിന്നീട് പറഞ്ഞു വന്നതാണ്. ഓക്കെ, ആൻഡ് സോ യു ഹാവ് ടു ഡ്രോ ദീസ് 3 figures there and this much notes in your notebook. How to return. നമ്മൾ ഇപ്പം ചർച്ച ചെയ്യുന്നത് ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്നുള്ള ആശയമാണ്. സൈൻ വാല്യൂ ഓഫ് ആൻ ആംഗിൾ മീൻ ഇറ്റ് ഈസ് എ ട്രിഗണോമെട്രിക് റേഷ്യോ. സൈൻ വാല്യൂ അല്ലാതെ വേറെയും ട്രിഗണോമെട്രിക് റേഷ്യോസ് ഉണ്ട്. കോസ് വാല്യൂ ഉണ്ട്, ടാൻ വാല്യൂ ഉണ്ട്, ഇനിയും 3 മറ്റ് ട്രിഗണോമെട്രിക് റേഷ്യോസ് ഉണ്ട്. നമ്മൾ ഈ 3 മാത്രം ഇവിടെ പറയാനുള്ളൂ, സൈന്, കോസ്, ടാൻ. അതിന് മുമ്പ് നമ്മൾ ഈ എക്സ് ഡിഗ്രി ആംഗിൾ തന്നെ സപ്പോസ് ചെയ്യാം. എക്സ് ഡിഗ്രി ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം ദിസ് സൈഡ് ബി സി ഈസ് ഇറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ് ടു എക്സ് ഡിഗ്രി ആംഗിൾ എ ബി ഈസ് ഇറ്റ്സ് അഡ്ജസൻറ്റ് സൈഡ് ആൻഡ് എ സി ഈസ് ഇറ്റ്സ് ഹൈപ്പോട്ടന്യൂസ്. അപ്പം ഒരു റൈറ്റ് ട്രയാങ്കിളിന് ഒരു ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഓപ്പോസിറ്റ് സൈഡും ഉണ്ട്, ഒരു അഡ്ജസൻറ്റ് സൈഡും ഉണ്ട്. ഓക്കെ, അത് ഈ 30 ഡിഗ്രിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ദിസ് വൺ ഈസ് ഇറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ്, ദിസ് വൺ ഈസ് ഇറ്റ്സ് അഡ്ജസൻറ്റ് സൈഡ്. 60 ഡിഗ്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇതാണ്, അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ പുതിയ ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ എന്ന് പറയുന്നത് ഇവിടെ സൈൻ എക്സ് എന്ന് പറഞ്ഞ പോലെ കോസ് വാല്യൂ ഓഫ് ആൻ ആംഗിൾ, കോസ് എക്സ്, ലുക്ക് അറ്റ് ദിസ് ഫിഗർ, കോസ് വാല്യൂ ഓഫ് ആൻ ആംഗിൾ എക്സ് ഡിഗ്രി. കോസ് എക്സ് മീൻ it is the, if we consider right angle triangle with one angle x degree, the adjacent side of x degree angle, ഈ ഫിഗറിൽ നിന്ന് അത് എ ബി ആണ്, ബൈ ഹൈപ്പോട്ടനസ് ഇറ്റ് ഈസ് എ സി. ഓക്കെ, അപ്പോൾ നമുക്ക് കോസ് വാല്യൂ ഓഫ് ആൻ ആംഗിൾ മീൻ ഇറ്റ് ഈസ് ദി അഡ്ജസൻറ്റ് സൈഡ് ഓഫ് എക്സ് ഡിഗ്രി ആംഗിൾ, അഡ്ജസൻറ്റ് സൈഡ് ഓഫ് എക്സ് ഡിഗ്രി ആംഗിൾ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. നമ്മൾ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് എക്സ് ഡിഗ്രി ആംഗിൾ ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നാണ് സൈന് പറയുന്നത്. എന്നപോലെ കോസ് എക്സിന് പറയാനുള്ളത് എക്സ് ഡിഗ്രി ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അത് ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഇറ്റ് ഈസ് എ ബി ബൈ എ സി.
അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ what about cos 30 then? ഈ ഫിഗർ നോക്കിയിട്ട് നമുക്ക് cos 30 പറയാമല്ലോ. cos 30. Look at the figure and tell cos 30. Cos 30, it is the adjacent side of 30-degree angle, and so it is this much length. Whatever be this length, root 3 ആണെന്ന് അർത്ഥമൊന്നുമില്ല. root 3ൻ്റെ ഏതൊരു മൾട്ടിപ്പിൾ ആണ്. This much length divided by the hypotenuse, that is 2. Therefore, cos 30 is root 3 by 2. root 3 by 2. ഏത് റൈറ്റ് ആംഗിളിൻ്റെ ട്രയാംഗിളിനും ഒരു ആംഗിൾ 30 ആയി വന്നാൽ 30 അഡ്ജസൻറ്റ് സൈഡിന് ഈ ലെങ്ത് എന്തോ ആവട്ടെ അതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റേഷ്യോ അവസാനം root 3 by 2 എന്നുള്ളതിലേക്ക് റിഡ്യൂസ് ചെയ്ത് വരും. ഓക്കെ, cos 30 മീൻ ഇഫ് വി കൺസിഡർ റൈറ്റ് ആംഗുലർ ട്രയാംഗിൾ വിത്ത് വൺ ആംഗിൾ 30 ദി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് the adjacent side of 30 angle divided by the hypotenuse, that value is cos 30. ഓക്കെ, cos 30. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് cos 60 പറയാം. cos 60 നമ്മൾ sin 30യും sin 60യും ഒക്കെ പറഞ്ഞ പോലെ cos 60. what about cos 60? If we consider rectangular triangle with one angle 60 അത് ഇത് തന്നെ ആയിക്കോട്ടെ. ഇതിന്ന് രണ്ടും കിട്ടുന്നുണ്ട്. cos 30 കിട്ടുന്നുണ്ട്, cos 60 കിട്ടുന്നുണ്ട്. എന്നെ പോലെ sin 30 sin 60 ഒക്കെ നമുക്ക് കിട്ടിയതാണ്. sin 30യും sin 60യും ഒക്കെ ഇതിന് കിട്ടിയിട്ടുണ്ട്. See, cos 60, it is the adjacent side of 60 angle, that is 1 by hypotenuse 2 by 2, that is 1 by 2. 1 by 2. Now it is cos value of an angle. അപ്പോൾ നമുക്ക് cos 45 കൊടുത്ത് പറയാം. Look at the figure and cos 45. cos 45, third right triangle in the cos 45. ഏത് ആംഗിൾ എടുക്കാം? cos 45. It is the adjacent side of 45 angle, that is 1 by hypotenuse, it is 1 by root 2. അപ്പോൾ sin 45 കിട്ടിയ അതേ വാല്യൂ തന്നെയാണ് cos 45 കിട്ടുന്നത്. സി റെഡിയാണ് എന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ മറ്റൊരു ട്രിഗോണോമെട്രിക് റേഷ്യോസും കൂടെ ഉണ്ട്, അതും കൂടി ഞാൻ പറയാണ്. ടാൻ വാല്യൂ ഓഫ് ആൻ എക്സ്, ടാൻജന്റ് വാല്യൂ ആണ്, ചുരുക്കി പറയാണ് ടാൻ എക്സ്. ടാൻ വാല്യൂ ഓഫ് ആൻ x degree angle from a right triangle with one angle x degree, tan x mean if we divide the opposite side of that x degree angle by adjacent side, this one divided by this, that is tangent value of x. ഓക്കെ, അങ്ങനെ ഉള്ള ഒരു വാല്യൂ ഏത് റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് കിട്ടിയാലും അത് തന്നെ ആയിരിക്കും അതേ ആംഗിളിലുള്ള മറ്റൊരു റൈറ്റ് ട്രയാങ്കിളിൽ നിന്നും കിട്ടാനുള്ളത്. ഓക്കെ, therefore tangent value of an x mean it is the opposite side of x degree angle, opposite side of x degree angle divided by adjacent side of x degree angle, adjacent side of x degree angle. Now looking the figure, we can tell tan 30. What about tan 30? Tan 30, if we consider right triangle with one angle 30 the opposite side of 30 that is y, that is this one, by adjacent side, that is this one. Therefore from this figure we see it is 1 by root 3. ഇതേ ആൻസർ ആയിരിക്കും മറ്റ് ഏത് റൈറ്റ് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാലും, ഇതേ ആംഗിൾസ് വന്ന ഏത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാലും ടാൻ 30 എന്ന് പറഞ്ഞാൽ 30 ഓപ്പോസിറ്റ് സൈഡിന് അഡ്ജസ്റ്റന്റ് സൈഡിനോട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ഇത് തന്നെ ആയിരിക്കണം. ഇത് നമുക്ക് ഇവിടെയൊക്കെ കണ്ട പോലെ ഡെസിമലാക്കി പറയാം, ഇപ്പോൾ അവിടെ നിർത്തിയാൽ മതി. Therefore tan 30 is this value. ഇത് തന്നെ ആയിരിക്കും ഏത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്ന് കിട്ടുക, കാരണം they are all similar. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ടാൻ 60 നമുക്ക് പറയാമല്ലോ. what about tan 60? tan 60, look at this angle, its opposite side it is root 3 by adjacent side by 1, that is root 3 by 1, simply root 3 എന്നാണ് കിട്ടുക. what about tan 45? and so we have to consider a right triangle with one angle 45 degree, it is here. Okay, 45 degree opposite side, that is this one, by adjacent side, that is this one, 1 by 1. 1 by 1 is simply 1 by 1 is equal to 1 it is, that is tan 45. അപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണ്? അപ്പോൾ നേരത്തെ നിങ്ങൾ ഇത്രയും എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് സോ ദി റിമൈനിങ് കോസ് വാല്യൂ ഓഫ് ആൻ ആംഗിൾ എന്താണെന്നുള്ളതും ടാൻ വാല്യൂ ഓഫ് ആൻ ആംഗിൾ എന്താണെന്നുള്ളതും cos 30, cos 60, cos 45 ഒക്കെ നമ്മൾ കണ്ടെത്തിയ വിധവും ദീസ് മച്ച് സ്റ്റെപ്സ് ഷുഡ് ബി റിട്ടൺ ആഫ്റ്റർ ദാറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. നിങ്ങൾ നേരത്തെ എഴുതിയതിൻ്റെ തുടർച്ചയായിട്ട് ഈ കാര്യങ്ങളും കൂടെ നിങ്ങളുടെ നോട്ടിൽ എഴുതി വയ്ക്കുക.
ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഇതിനെ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഇതിനെ ഇപ്പൊ ശ്രദ്ധിക്കുക, ഈ ട്രയാങ്കിൾ ശ്രദ്ധിച്ചോളൂ. Sin x mean it is the opposite side of x degree angle, this one, by hypotenuse, this one. അത് ഇവിടെ നിന്നാണ് ആലോചിക്കണമെന്നുണ്ടെങ്കിൽ ഈ ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത്, ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യൽ എന്ന് പറയുന്നത് ഇതിൻ്റെ കോസ് വാല്യൂ ആണ്. ഈ ആംഗിളിൻ്റെ സൈൻ വാല്യൂ എന്ന് നമ്മൾ പറയുമ്പോൾ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത് ഇതിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ, സൈൻ 30 എന്ന് പറയുന്നത് 30 ഡിഗ്രി ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1/2 എന്നുള്ള ആൻസർ, ദാറ്റ് ഈസ് 0.5 എന്ന് കിട്ടി. അത് ഇവിടെ നിന്നാണ് ആലോചിക്കുമ്പോൾ ഈ പ്രോസസ്സ് ഇവിടെ നിന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം cos 60 ആണ്. അതുകൊണ്ടാണ് നമുക്ക് cos 60ക്ക് 1/2 0.5 എന്നുള്ള ആൻസർ കിട്ടും. cos 60യും sin 30യും ഒന്ന് തന്നെയാണ്. cos 60യും sin 30യും ഒന്ന് തന്നെയാണ്. ഓക്കെ, എന്ന പോലെ ഇവിടുന്ന് നമുക്ക് sin 45ഉം cos 45 രണ്ടും ഒന്നാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഈ ആംഗിളിന് പകരം ഈ 30ക്കും 60ക്കും പകരം മറ്റേത് ആംഗിൾ എടുത്തു കഴിഞ്ഞാലും ഈ പ്രോസസ്സ് നമുക്ക് ഈ ഒരു കാര്യം ഉണ്ട് എന്ന് കാണാൻ പറ്റും. അതിന് നമുക്ക് മറ്റൊരു ട്രയാങ്കിൾ കൂടി എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഒരു ട്രയാങ്കിൾ ഇവിടെ വരയ്ക്കുകയാണ്. സി, ഈ ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് സപ്പോസ് ചെയ്യാം. ഇതിൻ്റെ 1 ആംഗിൾ ഇത് 90, ഇത് 25 ആണെന്ന് വിചാരിച്ചോളൂ. ഹൗ മച്ച് വിൽ ബി ദിസ് വൺ ദെൻ? ഈ ആംഗിൾ എന്തായിരിക്കും? ഇത് 25 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 90 - 25. 90 - 25 വിൽ ബി 65 ഡിഗ്രി. ഇത് 65 ആണെന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇതിനെ ഞാൻ സൈൻ 25 എന്ന് പറയണത്, സൈൻ വാല്യൂ ഓഫ് 25 എന്ന് പറഞ്ഞാൽ ഇതിനെ ഞാനൊരു എ എന്ന ലെങ്ത്തും ഇതിനൊരു ബി എന്ന ലെങ്ത്തും ഇതിനൊരു സി എന്ന ലെങ്ത്തും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഏത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിലും എത്ര ലെങ്ത്ത് സൈഡ്സ് കൊടുക്കുന്നതിനനുസരിച്ചും നമുക്ക് അതെല്ലാം സിമിലർ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സൈൻ 25ന് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന വാല്യൂ a/c ആണ്. a/c ആണ്. ഈ ഫിഗറിൽ നിന്ന് അത് a/c ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു വാല്യൂ നമുക്ക് കിട്ടും. നേരത്തെ പോലെ കണ്ടെത്താൻ പറ്റും. നമ്മൾ സൈൻ 40 അളന്നുണ്ടാക്കിയെടുത്തില്ലേ, 5 സെൻറ്റിമീറ്റർ ഹൈപ്പോട്ടന്യൂസ് കൊടുത്ത് അളന്നുണ്ടാക്കിയെടുത്തല്ലോ സൈൻ 40. എന്ന പോലെ നമുക്ക് സൈൻ 25 ഇതേപോലെ അളന്നുണ്ടാക്കാനൊക്കെ കഴിയും. അത് a/c എന്ന് പറയുന്നത് സൈൻ 25 ആണ്. അത് ഇവിടെ നിന്നാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ നോക്കി കാണുമ്പോൾ അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് തന്നെയാണ് ഇപ്പോൾ എ എന്ന് പറയുന്നത്. അപ്പോൾ a/c എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ നോക്കി കാണുമ്പോൾ അത് cos 65 ആണ്, ഇസ് ഈക്വൽ ടു cos 65. അപ്പോൾ നമ്മളിവിടെ ഒരു എക്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 90 - x ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് എന്ന് പറയുന്നത് സൈൻ ഓഫ് ആൻ എക്സ് ഡിഗ്രി ആംഗിൾ വിൽ ബി ഈക്വൽ ടു കോസ് ഓഫ്, ഇവിടെ എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈൻ വാല്യൂ എന്ന് പറയുന്നത് ഇതിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കോസ് വാല്യൂ ആണ്. അപ്പോൾ സൈൻ എക്സ് എന്ന് പറയുന്നതും കോസ്, അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? ഇത് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ എന്തായിരിക്കും? 90 - x. കോസ് 90 - xന് കിട്ടുന്ന ആൻസറും ഒന്നായിരിക്കും. സൈൻ എക്സിന് കിട്ടുന്ന ആൻസറും കോസ് 90 - xന് കിട്ടുന്ന ആൻസറും ഒന്നായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ സൈൻ 30ക്ക് 0.5 ആണെങ്കിൽ കോസ് 90 - 30 എന്ന് പറഞ്ഞാൽ കോസ് 60ക്കും നമുക്ക് 0.5 1/2 എന്നുള്ള ആൻസർ കിട്ടി. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ കണ്ട ഈ ട്രയാങ്കിളിൽ 25ന് പകരം 20 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 70 ആയിരിക്കും. അപ്പോൾ സൈൻ 20 ഇസ് ഈക്വൽ ടു കോസ് 70 എന്ന് പറയാൻ പറ്റും. ഇങ്ങനെ എല്ലാ ആംഗിൾസിനും ഇപ്പം 20ക്ക് പകരം 10 ഡിഗ്രി ആകാം, 5 ഡിഗ്രി ആകാം. അപ്പോൾ ഇവിടെ മാറി വരും. ഓക്കെ, അങ്ങനെ എല്ലാ ആംഗിൾസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈൻ വാല്യൂ, കോസ് വാല്യൂ, ടാൻ വാല്യൂ ഇതേപോലെ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആ ടേബിളിൽ നിന്ന് എടുത്താൽ മതി. ഓരോ സമയവും നമ്മളിങ്ങനെ ഇതേപോലെ ഇപ്പോൾ സൈൻ 40ൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പോലെ എപ്പോഴും ഉണ്ടാക്കുന്നത് നമുക്ക് പ്രാക്ടിക്കൽ അല്ല. ആൻഡ് ഇഫ് ദാറ്റ് വാല്യൂ ഈസ് ഗിവൺ ഇൻ എ ടേബിൾ വി ക്യാൻ ടേക്ക് ദ വാല്യൂസ് ഫ്രം ദാറ്റ് ടേബിൾ. ആ ടേബിളിന് ട്രിഗണോമെട്രിക് റേഷ്യോ ടേബിൾ എന്നാണ് പറയുക.
ഓക്കെ, ട്രിഗണോമെട്രിക് റേഷ്യോ ടേബിൾ എന്ന് പറയും. ഞാൻ ഇവിടെ അങ്ങനെ ഒരു ടേബിൾ നിങ്ങളുടെ മുമ്പിൽ വരച്ച് വെക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ടേബിൾ തന്നെയാണ്, ശ്രദ്ധിക്കുക. ഹിയർ ദറ്റ് ടേബിൾ ഈസ് ദ സീ ദി ടേബിൾ. ഇവിടെ ശ്രദ്ധിച്ചോളൂ, സൈൻ 30 ഡിഗ്രി, ഇവിടെ ആംഗിൾ കൊടുത്തിട്ടുണ്ട്. ആംഗിൾ 0, 1, 2, 3. ഈ 3 കൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? ഇൻ എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വിത്ത് 1 ആംഗിൾ 3 ഡിഗ്രി ഈസ് ദ 3 ഡിഗ്രി ഉള്ള ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ സൈൻ വാല്യൂ ഓഫ് 3, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ഇതാണ്. കോസ് 3 എന്ന് പറയുന്നത് ആ 3 ഡിഗ്രി ഓപ്പോസിറ്റ് സൈഡ് 3 ഡിഗ്രി ആംഗിളിൻ്റെ അഡ്ജസൻ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് അതിൻ്റെ കറസ്പോണ്ടിങ് ടാൻ വാല്യൂ ആണ്. റെഡിയല്ലേ? ഇപ്പോൾ സൈൻ 30 ഇവിടെ കാണിച്ചു വെച്ചിട്ടുണ്ടല്ലോ. സൈൻ 30 നമ്മൾ നേരത്തെ 1/2 ആണെന്ന് കണ്ടു. അതാ 0.5. റെഡി? 0.5. സൈൻ 60, കോസ് 60. സൈൻ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, സൈൻ 30ക്ക് കിട്ടുന്ന ആൻസർ കോസ് 60ക്ക് കിട്ടണം. സൈൻ 30ക്ക് കിട്ടുന്ന ആൻസർ കോസ് 60ക്ക് കിട്ടണം, അല്ലേ? അപ്പോൾ അത് സൈൻ 30യുടെ വാല്യൂ ആണ് 0.5. കോസ് 60യുടെ വാല്യൂ, ഇവിടെ കോസ് 46, കോസ് 60 നോക്കുക. കോസ് 60 ഇറ്റ് ഈസ് 0.5. സൈൻ 25ന് കിട്ടുന്ന ആൻസർ, സൈൻ 25 ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ച് സൈൻ 25ന് കിട്ടുന്ന വാല്യൂ 0.4226. അത് ഏതിന് കിട്ടണം? കോസ് 65ന് കിട്ടണം. 0.4226 കോസ് 60ക്ക് കിട്ടണം. കോസ് 65 കിട്ടണം. കോസ് 65 ഇറ്റ് ഈസ് കോസ് 65 0.4226. നിങ്ങൾക്ക് ഈ ടേബിൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ടേബിൾ വാല്യൂ ഉപയോഗിച്ചിട്ട് ഇതേപോലെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, ഒരു റൈറ്റ് ആംഗിൾ, ഇപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താ? സൈൻ 50 ഡിഗ്രി അല്ലെങ്കിൽ സൈൻ 50 ഡിഗ്രി ഇവിടെ ഉണ്ട്. സൈൻ 50 അല്ലെങ്കിൽ 55 ഡിഗ്രി. സൈൻ 55ൻ്റെ ഉദ്ദേശം എന്താ? ഇഫ് യു കൺസിഡർ എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വിത്ത് 1 ആംഗിൾ 55 ഡിഗ്രി, ദി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് 55 അതിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ 0.8192 ആയിരിക്കും. ഇതിവിടെ അവസാനിക്കണില്ല, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ഇറ്റ് ഈസ് അഡ്ജസ്റ്റഡ് ടു 4 ഡെസിമൽ പ്ലേസസ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. അപ്പം ഈ ടേബിൾ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ട്രിഗണോമെട്രിക് റേഷ്യോ ടേബിൾ നമ്മൾ പ്രോബ്ലത്തിൽ ഉപയോഗപ്പെടുത്തും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കുറേ ദീർഘിച്ചിട്ടുണ്ട്. നമുക്ക് പ്രോബ്ലംസ് ഒക്കെ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു ഓൾ.